എറണാകുളം ചേന്നമംഗലത്ത് ഒരു വീട്ടിലെ 3 പേരെ അടിച്ചു കൊലപ്പെടുത്തിയതിൽ കുറ്റബോധമില്ലെന്ന് പ്രതി ഋതു ജയൻ. ആക്രമിക്കപ്പെട്ട ചികിത്സയിലുള്ള ജിതിൻ ജീവനോടെ രക്ഷപ്പെട്ടതിൽ നിരാശയുണ്ടെന്നും ഇയാൾ മൊഴി നൽകി. പ്രതിയെ കൊല നടന്ന വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ചേന്ദമംഗലത്ത് 3 പേരെ അടിച്ചു കൊലപ്പെടുത്തിയതിൽ പശ്ചാത്താപമില്ലെന്നാണ് പ്രതി ഋതു ജയൻ മൊഴി നൽകിയത്. ആക്രമിക്കപ്പെട്ട് ചികിത്സയിലുള്ള ജിതിൻ ജീവനോടെ രക്ഷപ്പെട്ടതിൽ നിരാശയെന്നും ഋതു പോലീസിനോട് പറഞ്ഞു. തലയ്ക്കടിച്ചതിനു പുറമെ കത്തികൊണ്ട് കുത്തിയത് മരണം ഉറപ്പിക്കാനാണെന്നും ഋതു വ്യക്തമാക്കി. കുടുംബത്തിലെ എല്ലാവരുടെയും മരണം ഉറപ്പിക്കുന്നതിനായി ആവർത്തിച്ച് തലയിൽ അടിച്ചുവെന്നും കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുകയായിരുന്നു അക്രമത്തിന് പിന്നിലെ ഉദ്ദേശ്യമെന്നും ഋതുവിന്റെ മൊഴിയിൽ പറയുന്നു. കേസിൽ 1 മാസത്തിനുള്ളിൽ കുറ്റപത്രം നൽകാനാണ് മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നീക്കം. പ്രതി ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ടെന്നും മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നില്ലെന്നും ഡിവൈഎസ്പി പറഞ്ഞു. അതേസമയം പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ജനരോഷം കണക്കിലെടുത്ത് സ്ഥലത്ത് കനത്ത സുരക്ഷയൊരുക്കിയായിരുന്നു തെളിവെടുപ്പ്. ഋതുവിന്റെ വീട്ടിലുമെത്തിച്ച് തെളിവെടുത്തു. 5 മിനിറ്റിനുള്ളിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി. പ്രതിയുടെ 5 ദിവസത്തെ കസ്റ്റഡി കാലാവധി വെള്ളിയാഴ്ച അവസാനിക്കും. പേരേപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരാണ് അക്രമിയുടെ അടിയേറ്റ് മരിച്ചത്. വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബോസ് തലയ്ക്കടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.